മൊഡ്യൂൾ 3 വരുന്ന മെമ്മറി മാനേജ്മെന്റിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് മെമ്മറി API. മെമ്മറി API എന്ന് പറയുമ്പോൾ മെമ്മറി മാനേജ് ചെയ്യാനുള്ള APIs, അതായത് ഇതിനകത്ത് വരുന്നത് മെമ്മറി ടൈപ്സ് ആൻഡ് മാനേജ്മെന്റ്, മെമ്മറി ടൈപ്സ് മാനേജ് ബൈ API, MLOC എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഫ്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതിനകത്ത് വരാം മെമ്മറി അലോക്കേഷൻ വരാവുന്ന കോമൺ എറേഴ്സ്. ഇതാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മെമ്മറി API എന്ന് പറഞ്ഞാൽ എന്താണ്? Memory API refers to a set of functions, routines that an operating system provides to allow a program to request and manage computer memory. Computer memory ne manage ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള functions ആണ്. അപ്പോൾ അതിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ, പിന്നെ മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യാൻ. അലോക്കേറ്റ് ചെയ്യാനായിട്ട് C ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് MLOC. അതുപോലെ ഫ്രീ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് ഫ്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ. പ്രൊട്ടക്റ്റ്, അതുപോലെ ഐസൊലേറ്റ് ചെയ്യാൻ, ഇതൊക്കെ മെമ്മറി APIs ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിർച്വൽ മെമ്മറി മാനേജ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. മെമ്മറി API എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈബ്രറി പ്രോഗ്രാമിൽ ടു അലോ എ പ്രോഗ്രാം ടു റിക്വസ്റ്റ് ആൻഡ് മാനേജ് കമ്പ്യൂട്ടർ മെമ്മറി. ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നത് ഈ ഫംഗ്ഷൻസ് ആണ്. MLOC, CLOC, മെമ്മറി APIs എക്സാമ്പിൾസ്. Then coming to the memory types. ഇനി ഇത് മാനേജ് ചെയ്യുന്ന മെമ്മറി APIs വെച്ച് മാനേജ് ചെയ്യുന്ന രണ്ട് മെമ്മറിനെയാണ്, സ്റ്റാക്ക് മെമ്മറിനെയും ഹീപ്പ് മെമ്മറിയും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സ്റ്റാക്ക് മെമ്മറി അല്ലെങ്കിൽ ഹീപ്പ് മെമ്മറി. ആദ്യം ഇവിടെ ഒരു പ്രോഗ്രാമിന് കോഡ് ഉണ്ടായിരിക്കും, പിന്നെ ഹീപ്പ് ഉണ്ടായിരിക്കും. ഡൈനാമിക് അലോക്കേഷനുള്ള സാധനങ്ങളൊക്കെ റൺ ടൈമിൽ കൊടുക്കുന്ന മെമ്മറിക്ക് ഹീപ്പിലേക്കാണ് പോവുക. പിന്നെ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ, ഫംഗ്ഷനിലെ ലോക്കൽ വേരിയബിൾസ് അതൊക്കെ പോകുന്നത് സ്റ്റാക്കിലേക്കാണ്. സ്റ്റാക്ക് മെമ്മറിയാണ് ആദ്യം പറയുന്നത്. അലോക്കേഷൻ അല്ലെങ്കിൽ ഡീലൊക്കേഷൻ മാനേജ് ബൈ ദ കമ്പൈലർ ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. യൂസർ ഇത് അറിയേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡെഫിനിഷന്റെ സമയത്ത് ഇതൊക്കെ ഈ വേരിയബിൾസ്. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്, വോയിഡ് ഫംഗ്ഷൻ. അതിലെ വേരിയബിൾ എക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ എങ്ങോട്ടാണ് അതിൻ്റെ ഇത് പോകുന്നത്? സ്റ്റാക്കിലേക്കാണ് പോകുന്നത്. ഇത് സ്റ്റോറേജ് വരുന്നത് സ്റ്റാക്കിലായിരിക്കും. പിന്നെ അടുത്ത ഹീപ്പ് മെമ്മറി. ഹീപ്പ് മെമ്മറി എന്നപ്പോൾ സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ സ്കോപ്പ് കഴിഞ്ഞാൽ മെമ്മറിയുടെ വാല്യൂസും ഡിലീറ്റ് ആയി പോകും. ഹീപ്പ് മെമ്മറി എന്ന് പറയുന്നത് അലോക്കേഷൻ ഡിലൊക്കേഷൻ മാനേജ് എക്സ്പ്ലിസിറ്റ്ലി ബൈ ദ പ്രോഗ്രാമർ ആണ് ചെയ്യുന്നത്, റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനിവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് MLOC. അതിന്റെ സിന്റാക്സ് നോക്കുക. ഇന്റ് പോയിന്റർ വേരിയബിൾ ആയിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ സൈസ് ആണ് കൊടുക്കുന്നത്, എത്ര ഏരിയ, ഇന്റിജറിന്റെ സൈസ് എത്രയാണോ അതാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. Then MLOC ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന MLOC size underscore t size, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇതാണ് MLOCനെ കോൾ ചെയ്യുന്നത്. ഇപ്പൊ ഡബിൾ വേരിയബിൾ ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പേസ് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യും. Then MLOC നമുക്ക് ഇങ്ങനെ കൂടുതൽ 10 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് സൈസ് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. Then ഇതിനകത്ത് ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ ഫ്രീ ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ MLOC വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത മെമ്മറി അതിനെ ഫ്രീ ചെയ്ത് കളഞ്ഞാലാണ് അത് ഡിലീറ്റ് ആയി പോകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഫ്രീ. ഫ്രീ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക. അപ്പൊ അങ്ങനെ അത് ഡിലീറ്റ് ആയിട്ട് പോകും. അപ്പൊ അതാണ് MLOCും MLOC ആൻഡ് ഫ്രീ. നെക്സ്റ്റ് ഈ മെമ്മറി അലോക്കേഷനിൽ വരാവുന്ന എറേഴ്സ് എന്തൊക്കെയാണ്? കോമൺ എറേഴ്സ്: മെമ്മറി ലീക്സ്, ഡാംഗ്ലിംഗ് പോയിന്റേഴ്സ്, ഡബിൾ ഫ്രീ, ബഫർ ഓവർഫ്ലോ, അൺഇനീഷ്യലൈസ്ഡ് റീഡ്, ഫോർഗെറ്റിംഗ് ടു അലോക്കേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മെമ്മറി അലോക്കേഷൻസിൽ വരാവുന്ന എറേഴ്സ്. അപ്പൊ ഇവിടെ മെമ്മറി API എന്ന് പറയുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡീഅലോക്കേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. MLOC ഒക്കെ പോലത്തെ ഫംഗ്ഷൻസ് ആണ് മെമ്മറി APIs കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് മെമ്മറി API ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് മെമ്മറി ഏതൊക്കെയാണ്? സ്റ്റാക്കും ഹീപ്പും. അതിൽ രണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ MLOC ഫംഗ്ഷൻ, അതിന്റെ സിന്റാക്സ്, അതിന്റെ ഫംഗ്ഷൻ കോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഫ്രീ ഫംഗ്ഷൻ. ദെൻ കോമൺ എറേഴ്സ് എന്തൊക്കെയാണ് വരാവുന്നത്? ഇങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന കോമൺ എറേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഇത്രയൊക്കെയാണ് ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്.